അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഫ്സീലു അശ്രിൻ മിൻഹുമു ജിബ്രീലു മികാലു ഇസ്രാഫീലു അസ്റായീലു മുൻകർ നകീറും വറഖീബും വകദാ അതീദു മാലികും വറിദ്വാനുൻ ഖുദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശ്രമങ്ങളൊക്കെ അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പഠനം മധുരം ക്ലാസ്സിലൂടെ ഒരുപാട് ആൾക്കാർ ഇൽമു പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഖുർആൻ പഠിച്ച് മറന്നവരാണ് കൂടുതലും ഈ ചാനൽ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു തആല അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പുസ്തകത്തിൽ ഒരു പാഠമാണ് നമ്മൾ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് എന്താണ്, മലക്കുകളെ കുറിച്ച് അറിയാൻ വേണ്ടി. ആരെക്കുറിച്ചാണ്? മലക്കുകളെ കുറിച്ച്. അപ്പം നമ്മുടെ പുസ്തകത്തിലെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ തഅ്വാ ഉസ്താദിന്റെ സ്മരണയ്ക്കാണ്. അപ്പൊ ഉസ്താദിന്റെ 2 വരി നമ്മൾ ചെല്ലുകയാണ്. ആ പുസ്തകത്തിൽ മലക്കളുടെ പേരുകൾ പറയുന്ന പാഠത്തില് ഈ 2 വരികൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. ആരുടെ? തഅ്വാ ഉസ്താദിന്റെ. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ ഇൽമിന്റെ പ്രകാശമായിരുന്നു ആര്? തഅ്വാ ഉസ്താദ്. അല്ലാഹു തആല മഹാന്റെ ദർജയെ അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അപ്പൊ ആ പ്രകാശം ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് ആളുകളുടെ മലയാളികളുടെ മനസ്സിന് പോകത്തില്ല. എന്തുകൊണ്ട്? ഉസ്താദ് അതിനുള്ള വഴികളെല്ലാം ഒരുക്കി വെച്ചു. അപ്പൊ ഒരു ഹദീസാണ് പറയുന്നത്, അത് രാവിലെ തന്നുള്ള ധർമ്മം നല്ലതാ, ധർമ്മം വിട്ടു മുന്നേറാത്തതാ. നമുക്ക് വരാനുള്ള ഷർറുകളെ തടയുന്ന കുറേ കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഖൈറും ഷർറും അല്ലാഹു കാട്ടിത്തന്നു നമ്മക്ക്, രണ്ടും തന്നവൻ അല്ലാഹു വേണ്ടതെടുക്കാൻ നമ്മക്ക്. ഖൈറാൻ നന്മകൾ ചെയ്യുന്നോർ കുറവാണല്ലോ ലോകത്ത്, ഷർറാൻ തിന്മകൾ ചെയ്യുന്നോർ ഒരുപാടുണ്ട് ലോകത്ത്. നന്മകൾ ചെയ്യാൻ താക്കത്ത് നമുക്ക് കിട്ടാൻ പ്രാർത്ഥിക്ക്, കഷ്ടപ്പാടുകൾ വന്നാൽ ക്ഷമ കാണിക്കാൻ ശീലിക്ക്. കാരണം ഈമാൻ കാര്യത്തിൽ 6ാമത്തെ എന്താ? വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. അപ്പം നമുക്ക് വരാനുള്ള വിപത്തുകളെ തടയുന്ന 1ാമത്തെ കാര്യം എന്താണ്? അസ്സദഖത്തു റദ്ദുൽ ബല. അപ്പം ധർമ്മത്തിനെ കുറിച്ചാണ് നമുക്ക് തഅ്വാ ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താണ്? അതിരാവിലെ തന്നുള്ള ധർമ്മം നല്ലതാ, ആപത്ത് ധർമ്മം വിട്ട് മുന്നേറാത്തതാ. 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വരാനുള്ള ഷർറിനെ തടയും. ഒന്നെന്താണ്? സദഖ ഉണ്ട്. 2 എന്താണ്? ദുആ ഉണ്ട്. 3 എന്താണ്? സൽക്കർമ്മങ്ങൾ കൊണ്ട്. സൽക്കർമ്മം എന്ന് പറയുന്നതാണ്, ഒരു മനുഷ്യനെ കണ്ട അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഒരു മുഅ്മിനായ വിജയിക്കുന്ന മുഅ്മിന്റെ ലക്ഷ്യത്തിൽ പറഞ്ഞത് കുറഞ്ഞ എത്ര പേർക്ക് പറയണം? 20 പേർക്ക്. 10 എന്ന് പറയണം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സലാം പറയണം, സലാം വ്യാപിപ്പിക്കണം. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസൈനിൽ 5ാമത്തെ നാമമാണ് എന്ത്? സലാം. അല്ലേ? റഹ്മാനു റഹീമു മലിക്കു ഖുദ്ദൂസു സലാം. അല്ലേ? അവിടെ നമ്മൾ പഠിച്ച സലാമിനകത്ത് എന്തുകൂടെ ചേർക്കുന്നുണ്ട്? യാ റഹ്മാനു ജല്ല ജലാലു, യാ റഹീമു ജല്ല ജലാലു, യാ മലിക്കു ജല്ല ജലാലു, യാ ഖുദ്ദൂസു ജല്ല ജലാലു, യാ സലാമു. അങ്ങനെ അസ്മാഉൽ ഹുസ്ന 99 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? 5 എണ്ണം ഇത് പഠിച്ചാൽ മതി. അങ്ങനെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. പഠിച്ചിട്ടല്ലോ? ഓർമ്മയുണ്ടോ? മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? അതിരാവിലെ തന്നുള്ള ധർമ്മം നല്ലതാ, ആപത്തു ധർമ്മം വിട്ടു മുന്നേറാത്തതാ. ആരോഗ്യമേറ്റിത്തരണമേ നീ മന്നവാ, പറയല്ല നീ എന്നോട് പോടാ പിന്നവാ. നബിക്കും സഹാബത്താലിനും എന്നെന്നും ഗുണം ചെയ്യണേ എന്നുള്ള ദുആയാണിന്നും. എന്താ പറഞ്ഞത്? അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തില്ല നിർത്തുന്നത്. എന്താ പറഞ്ഞത്? നബിക്കും സഹാബത്താലിനും എന്നെന്നും ഗുണം ചെയ്യണേ എന്നുള്ള ദുആയാണിന്നും എന്ന് പറഞ്ഞെന്താ? നമ്മൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയത്തില്ല, അത് നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്ത് പറഞ്ഞു? അല്ലാഹു തആല കൽപ്പിച്ചു. അതിരാവിലെ തന്നുള്ള ധർമ്മം നല്ലതാ, ആപത്ത് ധർമ്മം വിട്ടു മുന്നേറാത്തതാ. മാഷാ അല്ലാഹ്. ആരോഗ്യമേറ്റിത്തരണമേ നീ മന്നവാ, പറയല്ല നീ എന്നോട് പോടാ പിന്നവാ. നബിക്കും സഹാബത്താലിനും എന്നും ഗുണം ചെയ്യണമേ എന്നുള്ളത് നബിക്കും സഹാബത്താലിനും എന്നെന്നും ഗുണം ചെയ്യണേ എന്നുള്ള ദുആയാണിന്നും. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്.
അപ്പം വേണ്ട ഇതൊക്കെ നമ്മുടെ ഈ 2 വരിയൊക്കെ പഠിച്ചാൽ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും, വല്ലാത്തൊരു സന്തോഷം മാത്രമല്ല എൽമിലാണ് നമ്മൾ മുഴുകിയിരിക്കുന്നത്. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് 10 മലക്കിന്റെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. കോടാനുകോടി മലക്കുണ്ട്. കാരണം ഈമാൻ കാര്യത്തിൽ എത്രാമത്തെയാണ് മലക്കളെ കൊണ്ട് വിശ്വസിക്കല്? രണ്ടാമത്തെ. 6 ഈമാൻ കാര്യങ്ങൾ. രണ്ടാമത്തെ 1 അള്ളാഹുവിൽ വിശ്വസിക്കുക, 2 3 അള്ളാഹുവിന്റെ കിതാബ്, 4 അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊണ്ട് അമ്പിയാ മുർസലുകൾ, പിന്നെ 5ാമത്തത് അവസാന നാൾ കൊണ്ട് വയ്ക്കുക. ഇതെല്ലാത്തിനും ഒരു അവസാനം ഉണ്ട്, ഒരു അന്ത്യമുണ്ട്. ഖിയാമത്ത് നാൾ കൊണ്ട് വിശ്വസിക്കുക. 6 നന്മയും തിന്മയും അള്ളാഹുവിൽ. അപ്പൊ രണ്ടാമത്തെ ഈമാൻ കാര്യത്തിൽ 1 നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കണം. എന്തു? അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് അറിയണം. അള്ളാഹുവിന് എത്ര സിഫത്തുണ്ട്? അല്ല, 41 സിഫത്തുണ്ട്. എത്ര സിഫത്തുണ്ട്? 41. പ്രവാചകന്മാർക്ക് എത്ര സിഫത്തുണ്ട്? 9 സിഫത്തുണ്ട്. എത്ര? 9. നമ്മുടെ എണ്ണത്തിലോ പഠിക്കുന്ന ആദ്യത്തെ ഒന്നാണ്, ആകെ പടച്ചവൻ ഒന്നാണ്, 1 1 2 കലിമ ഷഹാദകൾ 2, 2 1 3, ശ്രേഷ്ഠമാം പള്ളികൾ 3, 3 1 4, കിതാബുകൾ എണ്ണം 4, 4 1 5, ഇസ്ലാം കാര്യം 5, 5 1 6, ഈമാൻ കാര്യം 6, 6 1 7, നബിയുടെ മക്കൾ 7, 7 1 8, സക്കാത്ത് അവകാശികൾ 8, 8 1 9, മുർസൽ സിഫത്തുകൾ 9, പ്രവാചകന്മാരുടെ സിഫത്തുകൾ 9 1 10, പ്രധാന മലക്കുകൾ 10. പ്രധാന മലക്കുകൾ ഇന്ന് നമ്മൾ അതാ പഠിക്കുന്നത്. പ്രധാന മലക്കുകൾ എത്ര ഉണ്ട്? അപ്പൊ മലക്കുകളുടെ എണ്ണം എത്ര ഉണ്ട്? കോടാനുകോടി. അത് എണ്ണം ആര് മാത്രമേ അറിയത്തുള്ളൂ? റബ്ബിന് മാത്രമേ. പക്ഷെ 10 മലക്കിന്റെ പേര് ഒരു മനുഷ്യന് അറിയൽ അനിവാര്യമാണ്. അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. അതെന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. മക്കളെ വിളിച്ചിട്ട് ചോദിക്കണം, മോനെ മദ്രസയിൽ പഠിച്ചല്ലോ മലക്കളുടെ പേരുകൾ, മലക്കുകൾ ആരാണ്? അപ്പൊ മലക്കുകൾ ആരാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ പാട്ടുകൾ, നമ്മുടെ ഈ പുസ്തകങ്ങളുള്ള ഉപകാരമല്ല. എന്താണ്? മലക്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്. ഏത്? മനുഷ്യരാരും കാണാത്ത മറഞ്ഞ ജീവികളുണ്ടല്ലോ, മലക്കുവല്ല ജീവികളിൽ മഹത്വമുള്ളവരാണല്ലോ. മനുഷ്യജീവിയെ അള്ളാഹു മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, മലക്കു ജീവിയെ അള്ളാഹു പ്രകാശം കൊണ്ടും സൃഷ്ടിച്ചു. ആകാശങ്ങളിൽ അവരുണ്ട്, ഭൂമിയിലെങ്ങും അവരുണ്ട്, അവരിൽ പല പല പേരുണ്ട്, അവർക്ക് ജോലികൾ പലതുണ്ട്. ജിബ്രീൽ എന്ന മലക്കിൻ ജോലി എന്തെന്നാണറിയാമോ? നബിമാർക്കെല്ലാം റബ്ബിന്റെ വഹി എത്തിക്കുകയാണല്ലോ. വേറെയും ജോലിയിൽ ചെയ്യുന്നോർ മാനത്തുണ്ട് മലക്കുകളിൽ, മീകായിലും ഇസ്രാഫീലും അസ്രായീലും അതിലുണ്ട്. ഊണുമുറക്കുമില്ലാത്ത, കാണാൻ നമുക്ക് കഴിയാത്ത സൃഷ്ടികളായ മലക്കുകളിൽ വിശ്വാസം ഫർളാണല്ലോ. വിശ്വാസം ഫർളെന്ന് പറഞ്ഞാൽ എന്തുവാ? നിർബന്ധമാണ്, ഒഴിച്ചുകൂടാനൊക്കത്തതാണ്. അപ്പൊ 10 മലക്കിന്റെ പേര് നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പഠിക്കണം. എന്നിട്ട് അവരുടെ ജോലിയും അടുത്ത പാട്ടിലൂടെ നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1ാമത്തെ മലക്കിന്റെ പേരാണ് നമ്മൾ ഒറ്റയക്ഷരമാണ് ആദ്യം എഴുതുന്നത്. ജീമാണ് കെസറിട്ട്. അപ്പൊ എന്തായി? ജി. ജിബ്. ജിബ് എന്താണ്? ജിബ്. അപ്പൊ നമ്മൾ ഓതുമ്പോൾ മനസ്സിലാക്കണം, ജിബ് എന്ന് പറയത്തില്ല. എന്തുകൊണ്ട്? സ്വന്തമായിട്ട് സുക്കൂൻ ചെയ്യൽ നിർബന്ധമുള്ള അക്ഷരമാണ് ഏത്? കൽക്കലത്തിന്റെ അക്ഷരം എന്ന് പറയും. എന്താ അക്ഷരമാണ്? കൽക്കലത്തിന്റെ എത്ര അക്ഷരമുണ്ട്? 5 അക്ഷരം. ജിബ് ദാൽ കുത്തുബിജതിന്റെ അക്ഷരങ്ങൾ. അപ്പൊ ജിബ് എന്താണ്? ജിബ്. കെസറിട്ടപ്പോ എന്താ വായിച്ചു? ജിബിരി. അപ്പൊ നമ്മൾ പഠിച്ചതിനൊന്നും എതിരാ ഇവിടെ പറയുന്നത്. അറബിയില് റാ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ റാ റീ എന്ന് പറയും. പക്ഷെ ഇവിടെ എന്ത് പറയത്തുള്ളൂ? മനസ്സിലായോ? റാഇന് 2 രീതി പറയും. വാ നിറച്ചും പറയും, ലഘുവായിട്ടും പറയും. ഏറ്റവും ലളിതമായിട്ട് ജിബിരി. കെസറിനെ കിട്ടാൻ എന്ത് കൊടുക്കണം? ഇനി യാ കൊടുക്കണം. ജിബിരി. ഇപ്പൊ എന്തായി? ജിബ്രീൽ. ഈ പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഇത് പറയണം, അലൈഹിസ്സലാം. എന്ത് പറയണം? അലൈഹിസ്സലാം. ഒന്നെന്താണ്? ജിബ്രീൽ. ഈ ജിബ്രീലിന് വേറൊരു പേരും കൂടെ പറയും, അതുകൂടെ എഴുതിയേക്കാം. എന്താണ് പറയുന്നത്? നോക്കിക്കോ. ജബ് റാഈൽ. എന്ത് പറയും? ജബ്രായിൽ. അലൈഹി. നമ്മൾക്കിപ്പോ പറയുന്നത് എന്താണ്? ഈ ജിബ്രീൽ എന്ന് പറയും. ഇങ്ങനെ പാട്ട് നമ്മൾ പഠിച്ചായിരുന്നു. 4 മലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ. വഹി കൊടുക്കും ജബ്രായിൽ, മഴ പെയ്യിക്കും മീകായിൽ,
കാഹളമോതും ഇസ്രാഫീൽ, റൂഹ് പിടിക്കും അസ്രായീൽ. അപ്പൊ ജിബ്രായിലിന് അവിടെ പാടിയത് കേട്ടോ. അപ്പൊ അങ്ങനെ 2 പേരുണ്ട്. എന്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ നല്ലോണം കിടപ്പുണ്ട്, നല്ലോണം കുട്ടികൾ പാടുന്നുണ്ട്. 4 മലക്കിന്റെ എന്തായി 1 മിനിറ്റ് കൊണ്ട് പഠിച്ചു 4 മലക്കിന്റെ പേരും ജോലി അല്ലെ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം. രണ്ടാമത്തെ എന്താണ് നോക്കിക്കോ, കെസറ്, മീമിന് കെസറ്. അപ്പോഴോ അപ്പൊ എന്തിനാ ഇട്ടത്? കെസറിനെ നീട്ടാൻ. അപ്പോഴോ മീക്ക. ഈ ഹംസ എവിടെ നിന്ന് വരണം? തൊണ്ടയുടെ മീകാഈൽ അലൈഹിസ്സലാം. അടുത്തത് ഇസ്രാഫീൽ. എന്താണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. മീകായിലിന്റെ പണി എന്താണ്? മഴ, ഇടി, മിന്നി, കാറ്റ്. ഈ മലക്കളുടെ നേതാവാണ്. ക്യാപ്റ്റൻ ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം. വഹി കൊടുക്കുക, വലിയ ഉത്തരവാദിത്തം. നിർദ്ദേശം കൊടുക്കുന്ന ആളാണ്. അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ പ്രവാചകന്മാരിൽ എത്തിച്ചു നിർദ്ദേശം കൊടുക്കുന്ന അതെ എല്ലാ നിർദ്ദേശം കൊടുക്കുന്നത് ക്യാപ്റ്റനാണ്. അപ്പൊ എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഓരോ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോഴും മലക്കുകളുടെ പേര് കേൾക്കുമ്പോഴേ അലൈഹിസ്സലാം പറയാൻ പാടില്ല. അലൈഹിസ്സലാം പറയുന്നത് 2 കൂട്ടരാ. ആർക്കാ? മലക്കുകൾക്കും പ്രവാചകന്മാർ. അപ്പൊ മീകായിൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ ഒരൊറ്റ പണിയേ ഉള്ളൂ, സൂർ എന്ന കാഹളത്തിൽ ഊതുക. ആ ഊതലും കൂടി ഒരു ലോകം അവസാനിക്കുന്നു. വീണ്ടും ഇതിനെ പുനർജനിപ്പിക്കും അല്ലാഹു തആല. എവിടെ? മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുക. അപ്പോഴും ആ മലക്കിന്റെ പണിയാ. എന്താണ്? ഒരു കാഹളത്തിൽ ഊതുമ്പോഴത്തെ എന്താവും? പുനർജനിക്കും. അത് അടുത്തന്നെ ഒരു മലക്കിന്റെ പേരാണ്. ആ മലക്കിന്റെ പേര് അസ്രായിൽ അലൈഹിസ്സലാം എന്ന് പറയുന്നെങ്കിലും അതിന്റെ യഥാർത്ഥ പേര് മലക്കൽ മൗത്ത് എന്നാണ്. എന്താണ്? പക്ഷെ പണ്ഡിതന്മാര് നമ്മുടെ കിതാബിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അസ്രായിൽ എന്ന് പറയാം. ഇപ്പൊ എന്താണ്? എന്താണ് പറയുന്നത്? നമുക്കൊരു ഖുർആൻ പാരായണത്തിലേക്ക് കൊണ്ടുപോകുന്ന അക്ഷര പഠനം കൂടെ ആയത്. അപ്പൊ എന്താ വേണം? എങ്ങനെ പറയും? സംസമിന്റെ കണ്ടോ? തന്നെ ഒരു വ്യത്യാസമുള്ളൂ, ഒരു പുള്ളി. അറബി അക്ഷരങ്ങളുടെ വ്യത്യാസം എന്താ? ചെറിയ മൈന്യൂട്ടായ വിഷയങ്ങളേ ഉള്ളൂ. ചെറിയ പുള്ളിയിലാണ് അക്ഷരങ്ങൾ പഠിക്കുന്നത്. ഇപ്പൊ എന്തായി? അലൈഹിസ്സലാം. എന്താണ്? 4 മലക്കിന്റെ പേര് അല്ലെ? നമ്മൾ പാട്ട് പോലെ പഠിച്ചത് എന്താണ്? 4 മലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ. വഹി കൊടുക്കും ജബ്രായീൽ, മഴ പെയ്യിക്കും മീകായിൽ, കാഹളമൂതും ഇസ്രാഫീൽ, റൂഹ് പിടിക്കും അസ്രായീൽ. അപ്പൊ ഇത് നമ്മൾ ഒറ്റക്ഷരം എഴുതിയ, നമ്മൾ കൂട്ടക്ഷരം നോക്കാം. നോക്കാം, കൂട്ടക്ഷരം എഴുതാൻ പോവാണ്. നോക്കിക്കോ. എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം. ഇതിന്റെ ഒരു ജോലിയൊക്കെ കൊണ്ട് ഇതിന്റെ ഹർക്കത്ത് കിട്ടണം. ഞാൻ കൂട്ടക്ഷരം ഇങ്ങനെ എഴുതേ ഉള്ളൂ. കാരണം എന്താ? വലിയ വലിയ കിതാബിൽ ഇങ്ങനെ കാണും. അടുത്ത എന്താണ്? മീകായിൽ അലൈഹിസ്സലാം. അടുത്തത് അല്ല, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഉണ്ടോ? ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇവിടെ എന്തുകൊണ്ട് ഞാനൊരു ഹംസ് താഴെ കൊണ്ടിരുന്നു കേട്ടോ. എന്തുകൊണ്ടാ ഈ ഹംസിട്ട്? എന്തിനാ? അല്ല, അലിഫ് 2 രീതി വരും. വസ്ലിൽ അലിഫും ഖത്ഇന്റെ അലിഫും. എന്താണ്? സ്ട്രോങ് അലിഫും കൂട്ടുച്ചാരണത്തിന് നഷ്ടപ്പെടുന്നത്. അപ്പൊ എന്ത് വരത്തില്ല? ഈ ഹംസ എന്ത് ചെയ്യത്തില്ല? എങ്ങനെ ഉച്ചരിച്ചാലും നഷ്ടപ്പെടത്തില്ല. ഒറിജിനൽ ഹംസ ആണെന്ന് ഒറിജിനൽ ഹംസിനെ കാണിക്കാൻ വേണ്ടിയാണ് എന്ത് കൊടുക്കുന്നത്? ഈ അയിന്റെ തല ഇടുന്നത്. അത് മേളിലിടും, താഴെ ഇടും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസ്രാഫീൽ അലൈഹിസ്സലാം. അടുത്ത എന്താണ്? അസ്രായീൽ അലൈഹിസ്സലാം. അപ്പൊ 4 മലക്കിന്റെ കൂട്ടക്ഷരം കിട്ടിയില്ല, ഒറ്റക്ഷരം കിട്ടിയില്ലേ അല്ലെ? 10 മലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ. റബ്ബിൻ സൃഷ്ടികളാണ് മലക്കുകൾ, അവരെ പടച്ചു പ്രകാശത്താൽ. നബിമാർക്കെല്ലാം വഹി എത്തിക്കും മലക്കാണല്ലോ
ജബ്രായീൽ ഇടിയും മിന്നും കാറ്റും റിസ്ഖും ചുമതലയുള്ളോർ മീകായിൽ. നാളെ റബ്ബിൻ കൽപ്പന പോലെ സൂറിൽ ഊതും ഇസ്രാഫീൽ. സമയമെടുത്താൽ ജീവികൾ അവയുടെ റൂഹ് പിടിക്കും അസ്രായീൽ. ചോദ്യം ചെയ്യാനായി വരുന്നു മുങ്കർ നക്കീർ ഖബറുകളിൽ. നന്മ തിന്മ കുറിക്കാനായി റഖീബ് അതീദ് ചുമലുകളിൽ. ഗംഗാക്കാൻ ദിർവാനല്ലോ നരകം കാക്കും മാലിക്കിനാൽ. 10 മലക്കിൻ പേരുകൾ ഞാൻ പറയാ കൂട്ടരെ കേട്ടോളൂ. ഒരു കുഞ്ഞിന് ഒരു പാട്ടിലൂടെ എന്താക്കാം നമ്മുടെ പുസ്തകങ്ങൾ കൊണ്ടുള്ള നേട്ടതാണ്. ഇഷ്ടംപോലെ പഠനമന്ദിരത്തിന്റെ പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വായിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യാം. വീട്ടിൽ നിന്ന് പരിശീലനം കൊടുക്കാം. അല്ലാഹു തആല നമ്മുടെ എല്ലാ പരിശ്രമവും സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത മലക്കിന് ഏതായത്? ചോദ്യം ചെയ്യാനായി വരുന്നു മുങ്കർ നക്കീർ ഖബറുകളിൽ. ഖബറിൽ വരുന്ന 2 മലക്കിന്റെ പേരെന്താ? അലൈഹിസ്സലാം എന്നാ പറയണ്ട. ഓരോ മലക്കിന്റെ പേരൊക്കെ എന്താ പറയണം? പക്ഷെ ഇവിടെ പറയണ്ട അലൈഹിമസ്സലാം പറയണം. എന്താ പറയണം? അലൈഹിമസ്സലാം. അപ്പൊ നമുക്ക് വായിക്കാം എന്താണ് മുങ്കർ. നോക്കിക്കോ, ഒറ്റയക്ഷരം എഴുതുന്ന ആദ്യമേ എന്താണ്? മുൻ മുങ്കർ. അതിന്റെ കൂട്ടക്ഷരങ്ങളോട് എഴുതുക. അതാണ് ഇങ്ങനെ മുങ്കർ അലൈഹിസ്സലാം. അടുത്ത എന്താണ്? നക്കീർ അലൈഹിസ്സലാം. നക്കീർ അലൈഹിസ്സലാം. അപ്പൊ നക്കീർ നോക്കിയോ, നക്കീർ. അപ്പൊ 2 പേരുടെ പേരും പറയുമ്പോ അലൈഹിമസ്സലാം. ഒരാളെങ്കിലോ അലൈഹിസ്സലാം. ആ ഖബറിൽ ചോദ്യം ചെയ്ത മലക്ക്. ഇനി 2 മലക്കുകൾ അപ്പുറം ഇപ്പുറം ഉണ്ട്. നമ്മുടെ നന്മയും തിന്മയും കുറിക്കാനായുള്ള മലക്ക്. മനസ്സിലായി? നമ്മുടെ കൂടെ ആരുണ്ട്? 2 മലക്കുകൾ. അതുകൊണ്ടാണ് നമ്മൾ സലാം പറയുമ്പോൾ എന്ത് ബഹുവചനം ഉപയോഗിക്കുന്നത്. എന്താണ്? അസ്സലാമു അലൈക എന്ന് പറയുന്നത് എന്ത് ഉപയോഗിക്കും? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ആർക്ക് കൂടെ പറയുന്നത്? മലക്കുകൾ കൂടെ. നമ്മൾ കാണാത്ത ജീവികളാണ് ആര്? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 2 വിഭാഗങ്ങൾ നമ്മൾ കൂടാതെ നമ്മുടെ ദുനിയാവിലുണ്ട്. ആരൊക്കെയാ? ജിന്നും മലക്കും. നമുക്ക് കാണാനൊക്കെ നമ്മളെക്കാൾ മുന്നേ സൃഷ്ടിച്ചവരാണ് ഈ 2 കൂട്ടരും. പിന്നെ വന്നവരാണ് നമ്മൾ. അത് അല്ലാഹു തആല കാഴ്ച കൊടുക്കുന്ന മനുഷ്യന്മാരും കണ്ടിട്ടുണ്ട്. മനുഷ്യന്മാരിൽ എന്തിട്ടുണ്ട്? വലിയ വലിയ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർക്കൊക്കെ എന്ത് പറ്റിയിട്ടുണ്ട്? ആ കാഴ്ചയുണ്ട്. അതല്ല നമ്മൾ ജനിച്ചപ്പോ നമ്മൾ മലക്കളെ കണ്ടിട്ടുണ്ട്. നമുക്കത് ഓർമ്മ കിട്ടത്തില്ല. ഓർമ്മ കിട്ടാത്ത എന്തുകൊണ്ടാ? അതായത് നമ്മൾ പ്രസവിക്കപ്പെട്ട കുഞ്ഞ് 6 മാസമാവാത്ത ഒരു കുഞ്ഞിനെ നമ്മൾ നോക്കിയാൽ തൊട്ടിൽ നോക്കിയാൽ അവർ പുഞ്ചിരിക്കുന്നുണ്ടാവും. അതെന്തുകൊണ്ടാ? ആ കൽബ് നിഷ്കളങ്കമായ ഹൃദയമാണ്, കളങ്കമില്ലാത്ത കൽബാണ്. ആ കളങ്കമില്ലാത്ത കൽബിൽ കറ വരുമ്പോഴാണ് നമുക്ക് കണ്ണിന് മറ വരുന്നത്. കാണണ്ട ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? അത് നമ്മളിപ്പോ ഇപ്പൊ ദുനിയാവിലെ അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഹറാമും ഹലാലും ഒന്നും നോക്കാതാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ജനിക്കുന്ന കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ആ അള്ളാഹു തആല അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കും. അതിൽപ്പെട്ട ഒരു അത്ഭുതമാണ് ഇത് മലക്കുകളെ കാണുന്നത്. മലക്കുകളെ കാണുന്ന ഒരു ജീവിയാണ് കോഴി. കോഴി കൂവുമ്പോ നിങ്ങൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്കാതെ ചോദിക്കണം. അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കണമെന്ന്. കാരണം മലക്കുകൾ ഇറങ്ങി വരുന്ന സമയത്താണ് ആര് കൂവുന്നത്? അല്ലേ? അപ്പം അതുകൊണ്ട് എന്ത് നായ കുറയ്ക്കുന്ന അങ്ങനല്ല. പിശാചിനെ കാണുമ്പോഴാണ് എന്ത് ചെയ്തത്? അതാണ് ബാങ്ക് വിളിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നായ കുറയ്ക്കുന്നത്. കാരണം ബാങ്ക് വിളി കേൾക്കുമ്പോൾ പിശാചുക്കൾ ഓടും. അത് ആർക്ക് കാണാൻ പറ്റും? ജീവികൾക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? ബാങ്ക് വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ സൃഷ്ടികളായ മൊത്തം സൃഷ്ടികളും സാക്ഷി പറയും. പക്ഷെ ഈ പിശാച് അവിടെ നിന്നാ പിശാചിന് സാക്ഷി പറയണം. ഏതാ? ബാങ്ക് വിളിക്കുന്ന വലിയ സ്ഥാനമുള്ള ആളല്ലോ. ഇദ്ദേഹത്തിന് സ്വർഗം കൊടുക്കണേ ആര് ജാമ്യം നിൽക്കേണ്ടി വരും? അപ്പൊ ഒരിക്കലെങ്കിലും പിശാച് ആഗ്രഹിക്കുന്നുണ്ടോ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകാൻ? ഒരു നന്മയ്ക്കും സപ്പോർട്ട് ചെയ്യാത്ത ആളാണ് പിശാച്. അപ്പൊ എന്താണ്? മുങ്കർ നക്കീർ. അടുത്ത എന്താണ്? നോക്കിക്കോ, റഖീബ്. ഈ അക്ഷരം പറയുമ്പോ നോക്കണം. റഖീബ് എന്താണ്? ഒറ്റ റഖീബ്. റഖീബ് എന്താണ്? റഖീബ്. ഈ 2 അക്ഷരം പറയുമ്പോൾ വാ അറിയണം. റഖീബ് അലൈഹിസ്സലാം. റഖീബ് അലൈഹിസ്സലാം. അതെന്താണ്? അടുത്ത എന്താണ്? ഐനാണ്. അതീദ് അലൈഹിസ്സലാം. അതീദ് നോക്കിക്കോ. അതീദ് എന്താണ്? മാലിക് അലൈഹിസ്സലാം. മാലിക് എന്ന് നോക്കിയ മാലിക്.
ലാമിനകത്ത് ഹംസിറ്റ എന്തായി കാഫായി മാലിക്. മാലിക്. അടുത്തത് റിദ്വാൻ. റിദ്വാൻ. റിദ്വാൻ ഐസല്ലാദാണ്. കണ്ടോ റിദ്വാൻ. റിദ്വാൻ എന്നല്ല റീ എന്നല്ല പറയുന്നത് റിദ്വാൻ. അല്ല റിദ്വാൻ. റിദ്വാൻ. അപ്പൊ 10 മലക്കിന്റെ പേര് നമ്മൾ എഴുതി. എത്ര? 10 മലക്കിന്റെ പേര്. 10 മലക്ക്. അപ്പൊ എങ്ങനെ പഠിക്കാം? 10 മലക്കിൻ പേരുകൾ ഞാൻ പറയാൻ കൂട്ടരെ കേട്ടോളൂ അല്ലെ. വഹയ്യ കൊടുക്കും ജബ്രായിൽ, മഴ പെയ്യിക്കും മീകായിൽ, അങ്ങനെ തുടങ്ങി പാട്ടുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതൊന്ന് എഴുതണം. എഴുതി പഠിക്കണം, എഴുതി തന്നെ പഠിക്കണം. ഒറ്റയക്ഷരവും പഠിക്കണം, കൂട്ടക്ഷരവും പഠിക്കണം. ആദ്യം നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒറ്റയക്ഷരം തന്നെ പറഞ്ഞ് എഴുതി കാണിച്ചു കൊടുക്കണം. എന്നിട്ട് കൂട്ടക്ഷരം കാണിച്ചു കൊടുക്കണം. എന്ത് ഈ കൂട്ടക്ഷരം കാണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എല്ലാ അക്ഷരങ്ങളും അടുപ്പിച്ച് എഴുതത്തില്ല അല്ലെ. അടുത്ത് എഴുതാൻ പറ്റിയ അക്ഷരങ്ങളെ എഴുതാത്തുള്ളൂ. റായിന് ശേഷം അലിഫ് എഴുതുവോ? ഇല്ല അല്ലെ. അപ്പോൾ അലിഫിന് ശേഷം വേറെ അക്ഷരങ്ങൾ ചേർത്ത് എഴുതുവോ? ഇതൊക്കെ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.